ഉള്ളിലൊരു പേടി തട്ടിയ പോലെ സംസാരിച്ചത് ശ്രദ്ധിച്ചില്ലേ താൻ? ഇനി മുത്തശ്ശി പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ അവർ കണക്റ്റഡ് ആണോ കണിമംഗലുമായിട്ട്? നമ്മൾ വിചാരിച്ച എന്തായാലും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ വരുന്ന പോലെ വരട്ടെ എന്ന് കരുതാം, അല്ലേ? ഇത് ഇവിടെ എങ്ങാനും നിൽക്കുമായിരുന്നോ? എന്തായാലും സത്യം തെളിഞ്ഞല്ലോ അമ്മേ. ഇനി അവര് കോടതിയിൽ തെളിയിക്കട്ടെ. അവർക്കെതിരെയുള്ള പരാതികൾ നിസ്സാരമൊന്നുമല്ല. ജോൺസന്റെ കുടുംബം, ചന്ദ്രിക, പിന്നെ അന്നത്തെ ഫുഡ് പോയ്സൺ ബാധിച്ച ഓരോ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും. അതൊക്കെ മറികടന്ന് പെട്ടെന്ന് സാറയിലേക്ക് എത്താൻ ആർക്കും പറ്റില്ല. മുത്തശ്ശി ഇതെന്തെങ്കിലും ആലോചിക്കുന്നേ? കുറെ നേരമായല്ലോ. ആലോചിക്കാനുണ്ട് മക്കളെ. ഈ സാറ് എന്തിനാ നിങ്ങളുടെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ? അതില് സംശയം എന്താ? ചന്ദ്രശേഖരൻ പറഞ്ഞിട്ട്. ഏയ് അതല്ലേ യശോദേ, അതിനൊക്കെ അപ്പുറത്ത് എന്തോ ഉണ്ട്. കണിമംഗലത്തേക്കുള്ള സാറയുടെ ആദ്യത്തെ വരവിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതാ. സാറ പറയുന്ന ഓരോ വാചകവും അളന്നു കുറിച്ച് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്നത് പോലെ. കണിമംഗലം ജപ്തിയാവുന്നു, ചന്ദ്രശേഖരന്റെ കൂട്ടുകാരി വരുന്നു, സഹായിക്കുന്നു. അങ്ങനെ കരുതാൻ എളുപ്പമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കണിമംഗലത്തെത്താൻ സാറ തീരുമാനിച്ചിട്ട് നാള് കുറേ ആയിന്ന. മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ കണിമംഗലത്തേക്ക് വന്നു കയറാൻ അവരാരാ? അങ്ങനെ ചോദിച്ചാ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അവളുടെ മുഖം എനിക്ക് പരിചിതമാണ്. അങ്ങനെ ആരെയോ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിന്റെ മറവില് എവിടെയോ അത് കിടക്കുന്നുണ്ട്. മുത്തശ്ശി വെറുതെ ഇരുന്ന് ആലോചിച്ച് ആവശ്യമില്ലാത്ത കഥകളുടെ പുറകെ പോണോ? സാറ ആരാന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ട ശത്രുക്കളെ പോലെ അല്ല സാറ. ചന്ദ്രശേഖരനേക്കാളും ബെഞ്ചമിനേക്കാളും കൊടും വിഷമുള്ളവളാ. അവൾ അടങ്ങില്ല, ഒരു കാരണവശാലും അടങ്ങില്ല. മുത്തശ്ശി, ദേ അമ്മയുടെ മുഖം കണ്ടോ പേടിച്ചിട്ട്? നീ എന്തിനാ യശോദ ഇങ്ങനെ പേടിക്കുന്നേ? അത് നോക്കാനുള്ള പ്രാപ്തിയൊക്കെ നമ്മുടെ മക്കൾക്കില്ലേ? പിന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് അവരോട് പറഞ്ഞേ പറ്റൂ. അതവരുടെ നന്മയ്ക്കല്ലേ? ദൈവം കാക്കട്ടെ. വരൺ, മുത്തശ്ശി ചിന്തിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാധാരണ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ഉള്ളിലൊരു പേടി തട്ടിയ പോലെ സംസാരിച്ചത് ശ്രദ്ധിച്ചില്ലേ താൻ? ഇനി മുത്തശ്ശി പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ അവർ കണക്റ്റഡ് ആണോ കണിമംഗലുമായിട്ട്? നമ്മൾ വിചാരിച്ച എന്തായാലും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ വരുന്ന പോലെ വരട്ടെ എന്ന് കരുതാം, അല്ലേ?
അതെ, ഇവര് മിണ്ടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ പേര് ചോദിച്ചതാ, ഏഞ്ചൽ മേരിന്നാ. പിന്നെ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതാ, എവിടെ ഒരു മറുപടിയും ഇല്ല. ഏതോ വലിയ കുടുംബത്തിലെയാ കൊണ്ടുവന്നത്, വലിയ കക്ഷികളാ. അത് നീ എങ്ങനെയാ അറിഞ്ഞേ? കൊണ്ടുവന്നാക്കിയത് പാതിരാത്രിക്കല്ലേ? ഊർമിളമ്മയുടെ ആരോട് ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. ആരാ ഞാൻ ഫോൺ ചെയ്യുന്നത് വിളിച്ചെന്ന് കേട്ടത്? നിങ്ങളാണോ? എന്നു മുതലേ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനൊന്നും കേട്ടില്ല. ഇവരൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിത്യേനെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെയുള്ളവർ നിങ്ങളെ സ്നേഹിച്ചാലും ശരി, വെറുത്താലും ശരി, ശിക്ഷിച്ചാലും ശരി, നിങ്ങളെ കൊണ്ടുവന്ന് ആക്കിയവര് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടേ സൂക്ഷിച്ചു മതി, കേട്ടല്ലോ? എന്തിനാ ആവശ്യമില്ലാത്ത നോണയൊക്കെ പറയണേ? അത് ഊർമിളയെ കുറിച്ച്. വേറെ ആരെയും കിട്ടിയില്ലേ? ഇതിനുള്ളത് വേറെ ഏതെങ്കിലും വകയിൽ അവര് തന്നോളൂ. അയ്യോ, ബോള് വെള്ളത്തിൽ പോയി. ഇതെങ്ങനെ എടുക്കും? നല്ല ത്രില്ലായിട്ട് കളിച്ചു വരുമായിരുന്നു, അപ്പോഴാ ബോള് പോയത്. ഞാൻ ചാടട്ടെ? കുട്ടേട്ട വേണ്ട, കുളത്തിൽ ചാടാനൊന്നും നിക്കണ്ട. ഊർമിളദേവി കണ്ട വഴക്ക് കിട്ടും. പിന്നെ ഇത് എങ്ങനെ എടുക്കും മീനാക്ഷി? നോക്കട്ടെ.